2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ലോക്സഭയും രാജ്യസഭയും ഇന്ന് വീണ്ടും ചേരുന്നുണ്ട്. ബജറ്റ് ചർച്ചകൾ ഇന്നും തുടരും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഇന്ന് ലോക്സഭയിൽ സംസാരിക്കും. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട്. ഗൗതം, ഇന്ന് വീണ്ടും പാർലമെന്റിലേക്ക് പോകുന്നു. അവിടെ തുടരുന്നത് ബജറ്റ് ചർച്ചകളാണ്. അപ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ ചർച്ചകൾ തുടരുക? വീണ, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് പാർലമെന്റിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചർച്ച നടക്കുന്ന ഘട്ടത്തിൽ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധവും ബഹളവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ചർച്ച ലോക്സഭയിലും രാജ്യസഭയിലും പുരോഗമിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ശനി ഞായർ ദിവസത്തിന് ശേഷം ഇന്നിപ്പോൾ ഒരു ഇടവേള കഴിഞ്ഞ് വീണ്ടും ലോക്സഭയും രാജ്യസഭയും സമ്മേളിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ ബജറ്റിൻ്റെ ചർച്ചയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ സംസാരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ രാജ്യസഭയിലും ഇന്നിപ്പോൾ പല പ്രമുഖ നേതാക്കളും ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസം ഈ മലയാളി വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് പാർലമെന്റിൽ ഈ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഉന്നയിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി ഗൗതം.